السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه، وصلى الله وسلم وبارك على نبينا وحبيبنا أشرف المرسلين وخاتم النبيين محمد وعلى آله وأصحابه الفائزين أجمعين. أما بعد، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. ബഹുമാനമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ഖുർആൻ ദീൻ പഠിക്കാൻ ഈ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളവരെ, രഹസ്യത്തിലും പരസ്യത്തിലും ആളുകൾക്കൊപ്പമാകുമ്പോഴും അല്ലാത്തപ്പോഴും എല്ലാ ഘട്ടങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലുമൊക്കെ ദൃശ്യത്തിലും അദൃശ്യത്തിലും അള്ളാഹുവിനോട് തഖ്വ പുലർത്തി തഖ്വ എന്ന് പറയുന്ന ആ മഹത്തരമായ ആശയത്തെ സാക്ഷാത്കരിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോടും ദീനിൻ്റെ പേരിൽ ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഈ ഒരു സദസ്സ് കാണുമ്പോൾ ഓർമ്മ വരുന്ന ഒരു ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്. അള്ളാഹുവിൻ്റെ പള്ളിയിൽ, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഒരു ഭവനത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുന്നു. യത്ലൂന കിതാബ് അല്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, അതവർ പരസ്പരം പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീനത്തു, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ശാന്തി, സമാധാനം അവരിൽ ഇറങ്ങും. വഗശിയതുഹുമുർ റഹ്മത്തു, അള്ളാഹുവിൻ്റെ കാരുണ്യം, റഹ്മത്ത് അവരെ പൊതിയും. വഹഫത്ഹുമുൽ മലായികത്തു, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവർക്ക് ചുറ്റും നിൽക്കും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ഉന്നതരായ മലക്കുകളോട് ഈ കൂടിയിരിക്കുന്ന ആളുകളെപ്പറ്റി, പുരുഷന്മാരെപ്പറ്റി, സ്ത്രീകളെപ്പറ്റി പറയും. വലിയ ശ്രേഷ്ഠതയുള്ള ഒരു സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന ബോധം നമ്മൾക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും മനസ്സിലാക്കാനും ഉപകാരമുള്ള അറിവ് ലഭിക്കാനും തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബഹുമാന്യനായ പറപ്പൂർ ഉസ്താദിന് ചില തടസ്സങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് എടുക്കാൻ ഇവിടെ വന്നിട്ടുള്ളത്. സാധാരണ ഉസ്താദ് എടുക്കാറുള്ളത് സൂറത്തു നംല് അല്ലെങ്കിൽ ഖുർആനിൻ്റെ തഫ്സീറാണ്. ഇൻഷാ അല്ലാഹ് നമ്മളും ഇന്ന് തഫ്സീർ എടുത്താൽ പോരെ? ഇൻഷാ അല്ലാഹ് വേറെ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. സൂറത്തു നംലിലെ 64-ാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത് എന്നാണ് അറിഞ്ഞത്. 64-ാമത്തെ ആയത്ത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. 63 ആയത്തുകളും നമ്മൾ ഓതി. ഈ 63 ആയത്തുകളിൽ നിന്നുള്ള ഗുണപാഠങ്ങൾ നമ്മൾക്ക് ലഭിച്ചു. നമ്മളുടെ ജീവിതത്തിൽ ഖുർആനിൻ്റേതായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകണം. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ
ഖുർആൻ നമ്മളുടെ തൊണ്ടയിൽ നിന്ന് താഴേക്ക് ഇറങ്ങണം. അള്ളാഹുവിൻ്റെ ഖുർആൻ കൊണ്ടാണ് നമ്മളുടെ ഹൃദയങ്ങൾ മെച്ചപ്പെടുക, പരിശുദ്ധീകരിക്കപ്പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ക്ലാസ് എടുക്കുന്ന രീതി ഞാൻ ശ്രദ്ധിക്കാറില്ല. എങ്കിലും ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ആദ്യം ഞാൻ ഓതാം, എന്നിട്ട് നിങ്ങൾ എൻ്റെ കൂടെ തുടർന്ന് ഓതാം, എന്നിട്ട് ഞാൻ അർത്ഥവും തഫ്സീറും പറയാം ഇൻഷാ അല്ലാഹു തആല. أعوذ بالله من الشيطان الرجيم. أمن يبدأ الخلق ثم يعيده ومن يرزقكم من السماء والأرض أإله مع الله قل هاتوا برهانكم إن كنتم صادقين. ഞാൻ മുറിച്ച് ഓതിയത് ഇങ്ങനെ ശ്വാസം കിട്ടി ഓതാനാണ്. പക്ഷെ അത് ഒരു തവണ കൂടി ഞാൻ ഓതങ്ങൾ കേൾക്കുക. أمن يبدأ الخلق ثم يعيده ومن يرزقكم من السماء والأرض أإله مع الله قل هاتوا برهانكم إن كنتم صادقين. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ അർത്ഥം, ഇനി നമ്മളതിൻ്റെ തജ്വീദ് നിയമങ്ങളും കാര്യങ്ങളൊന്നും പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ അർത്ഥം, തൊട്ട് മുമ്പിലുള്ള ആയത്തുകളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഓതിയത് അല്ലേ? കുറച്ച് മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി തന്നെയാണ് നമ്മൾ ഓതിയത്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ യാതൊരുവിധ ന്യായവും യാതൊരുവിധ തെളിവും അവർക്കില്ല എന്ന് സ്ഥാപിക്കാൻ, ആർക്കുമില്ല എന്ന് സ്ഥാപിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കൊടുക്കുന്നത്. കുറച്ച് മുമ്പിലുള്ള ആയത്തുകളിൽ, കഴിഞ്ഞ ആയത്തിൽ നമ്മൾ ഓതി അമ്മൻ യഹ്ദീകും ഫീ ദുലുമാതിൽ ബർരി വൽ ബഹർ, കടലിലെയും കരയിലെയും ഇരുട്ടുകളിൽ നിങ്ങൾക്ക് വഴി കാണിക്കുന്നവൻ ആരാണ്? വമൻ യുർസിലുർ റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതിഹി, തൻ്റെ കാരുണ്യത്തിന് മുമ്പ് സന്തോഷവാർത്തയായിക്കൊണ്ട് കാറ്റുകൾ അയക്കുന്നവൻ ആരാണ്? അഇലാഹും മഅല്ലാഹ്, അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ഇലാഹുണ്ടോ? അള്ളാഹുവിനോട് കൂടെ ഒരു ഇലാഹുണ്ടോ? തആലല്ലാഹ്, അള്ളാഹു എത്ര ഉന്നതനാണ്! അള്ളാഹു ഉന്നതനായിരിക്കുന്നു. അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് ചെയ്യുന്നതിനെ തൊട്ട്. ഖുർആനിൻ്റെ ഒരു ശൈലിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന കാര്യങ്ങളെ എടുത്തു പറഞ്ഞ് അള്ളാഹുവിൻ്റെ കഴിവിനെ എടുത്തു കാണിച്ച്, അതായത് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്? അള്ളാഹുവാണ്. ആരാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്? അതും അള്ളാഹുവാണ്. ആരാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത്? അതും അള്ളാഹുവാണ്. ആരാണ് നിങ്ങളെ ഉടമപ്പെടുത്തുന്നത്? അതും അള്ളാഹുവാണ്. ആരാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത്? അതും അള്ളാഹുവാണ്. ഇങ്ങനെയുള്ള നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവനും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ക്രയവിക്രയങ്ങളും നടത്താൻ ഏക അധികാരമുള്ളവനും അള്ളാഹു മാത്രമാണ് എങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹുവിനെ കൂടാതെ വേറെ ചില ആളുകളെ നിങ്ങൾ സമീപിക്കുന്നത്? നിങ്ങളുടെ പൂജ വഴിപാടുകൾ, നിങ്ങളുടെ നമസ്കാരങ്ങൾ, നോമ്പുകൾ, ദിക്റുകൾ, ബലി, അറിവ് തുടങ്ങിയ എല്ലാ ഇബാദത്തും അള്ളാഹു അല്ലാത്തവർക്ക് നിങ്ങൾ സമർപ്പിക്കുന്നത് എന്നത് ഖുർആനിൻ്റെ ആദ്യം തൊട്ടുള്ള ചോദ്യമാണ്. സൂറത്തുൽ ബഖറയുടെ തുടക്കം തൊട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ
ഇതൊക്കെ നിങ്ങളെ സൃഷ്ടിച്ചത്, നിങ്ങളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചതൊക്കെ അള്ളാഹുവാണ്. എങ്കിൽ അള്ളാഹുവിനെ മാത്രം നിങ്ങൾക്ക് ആരാധിച്ചാൽ പോരെ എന്ന ന്യായമായ ചോദ്യമാണ് ഖുർആൻ ആദ്യം തൊട്ട് അവസാനം വരെ. ആ രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് ഈ ആയത്തിലും നമ്മൾ കാണുന്നത്. ഈ ആയത്തിൻ്റെ തുടക്കം അമ്മൻ യബ്ദഉൽ ഖൽഖ്, ആരാണ് സൃഷ്ടിപ്പ് തുടങ്ങുന്നത്. അതായത് മൻ ഹുവല്ലദീ യബ്ദഉൽ ഖൽഖ് വയുൻഷിഉൽ മഖ്ലൂഖാത്ത്. ഞാൻ ഈ വായിക്കുന്ന തഫ്സീർ പർപ്പൂർ ഉസ്താദ് സാധാരണ അവലംബിക്കുന്ന തഫ്സീറാണ്. ഇമാം നാസിറുദ്ദീൻ അസ്സഅദിയുടെ, അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദിയുടെ, ഷെയ്ഖ് ഉസൈമീൻ്റെ ഉസ്താദായ വലിയ പണ്ഡിതൻ്റെ തഫ്സീറാണ്. ആരാണ് മഖ്ലൂഖാത്തുകളെ സൃഷ്ടിച്ചത്, സൃഷ്ടിപ്പ് തുടങ്ങുന്നത്, അതിൻ്റെ സൃഷ്ടിപ്പ് തുടങ്ങിയത് ആരാണ്? പിന്നീട് അതിനെ സുമ്മ യുഈദു, പിന്നെ അതിനെ വീണ്ടും ആവർത്തിക്കുന്നത് ആരാണ്? ബദ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? തുടങ്ങുക. അആദ എന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കുക. നമ്മൾ ജീവിക്കുന്നു, അള്ളാഹു നമ്മളെ ജീവിപ്പിച്ചു, അതൊരു തുടക്കമാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തിന് ശേഷം വീണ്ടും ആ സൃഷ്ടിപ്പ് ആവർത്തിക്കും. നമ്മൾ മണ്ണിൽ നിന്ന്, നമ്മളുടെ ഖബറിൽ നിന്ന് എല്ലാ ആളുകളും എഴുന്നേറ്റ് വരും. അതിലുള്ള ഈമാൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ അമലുകൾ മാറുക. അതായത് നമ്മൾ എഴുന്നേറ്റ് വരും, ഇനി നമ്മൾക്ക് ഹിസാബുണ്ട്, അള്ളാഹു നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് മനസ്സിൽ ഉറച്ച ഒരു വ്യക്തിക്ക് ആ ഈമാനുള്ള ഒരാൾക്ക് അവൻ്റെ പ്രവർത്തനങ്ങൾ അതനുസരിച്ച് മാറും. അമ്മൻ യബ്ദഉൽ ഖൽഖ്, അല്ല ആരാണ് ഈ സൃഷ്ടിപ്പൊക്കെ തുടങ്ങിയത്? സുമ്മ യുഈദു, പിന്നെ ആരാണ് അതിനെ ആവർത്തിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എല്ലാ സൃഷ്ടിപ്പിലും കാണാം അള്ളാഹുവിൻ്റെ ഈ തുടക്കവും അതുപോലെ തന്നെ ഈ ആവർത്തനവും. തുടങ്ങാൻ പണിയില്ലാത്തവന് ആവർത്തിക്കാനും പണിയില്ല എന്നാ പറയാം. അള്ളാഹു ഈ കണ്ട രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതുപോലെ ഒന്നുണ്ടാക്കാൻ, നമ്മളെ വീണ്ടും കൊണ്ടുവരാൻ എന്തായാലും അതിൻ്റെ അത്ര പണി ഉണ്ടാവില്ലല്ലോ എന്ന ഒരു ചോദ്യം സൂറത്തുൽ കാഫിലൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ അത് വല്ലാത്തൊരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള ആരുമില്ല എന്നാണ്. ഇങ്ങനെയുള്ള ആരുമില്ല. അള്ളാഹു അല്ലാതെ സൃഷ്ടിപ്പ് തുടങ്ങാനും ആവർത്തിക്കാനും ആർക്കും സാധ്യമല്ല. അങ്ങനെ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ നമുക്ക് അവർക്ക് ഇബാദത്ത് എടുക്കാം, നമുക്ക് അവർക്ക് സുജൂദ് ചെയ്യാം, നമ്മളുടെ നേർച്ച അവരുടെ പേരിലാക്കാം, നമ്മൾ അവരുടെ പേര് ചൊല്ലി നമുക്ക് അറുക്കാം, അവരിൽ നമ്മൾക്ക് പ്രത്യാശകൾ വെക്കാം, പ്രതീക്ഷകൾ വെക്കാം. പക്ഷേ അമ്മൻ യബ്ദഉൽ ഖൽഖ് സുമ്മ യുഈദു, അതാരാണ്? അള്ളാഹു ആണ് എന്ന് മനസ്സറിയാതെ പറയാം, അത് അള്ളാഹ് മാത്രമാണല്ലോ. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് വമൻ യർസുഖുകും, അല്ല വമൻ ആരാണ്, യർസുഖു എന്ന് പറഞ്ഞാൽ റിസ്ക് തരുക, നമ്മൾക്ക് ഉപജീവനം തരുന്നത് ആരാണ്? നിങ്ങൾക്ക്. യർസുഖുകും നിങ്ങൾക്ക് ഉപജീവനം തരുന്നത് ആരാണ്? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, നമ്മുടെ മനസ്സ് വൃത്തിയുള്ളതാക്കട്ടെ. വമൻ യർസുഖുകും, ആരാണ് നിങ്ങൾക്ക് റിസ്ക് തരുന്നത്? മിനസ്സമാഇ, ആകാശത്തു നിന്നും, വൽ അർളി, ഭൂമിയിൽ നിന്നും ആരാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത്? ആകാശത്തു നിന്ന് മഴയായും അതുപോലെ തന്നെ ആ രൂപത്തിലുള്ള കാര്യങ്ങളായുമുള്ള റിസ്ക്. അത് രണ്ട് രൂപത്തിലുണ്ട്. ആകാശത്തെ റിസ്ക് വെള്ളം, അത് വല്ലാത്തൊരു റിസ്ക്കാണ്. അള്ളാഹു നമ്മൾക്ക് വെള്ളം ആകാശത്ത് ഇറക്കി തന്നു എന്നുള്ള വലിയ നിഅമത്താണ്. അതുപോലെ തന്നെ അള്ളാഹു ആത്മീയമായി റിസ്ക് തരുന്നുണ്ട്. ഏത്? ഈ ഖുർആൻ ആകാശത്ത് നിന്നാണ്, ഖുർആൻ ഉപരിയിൽ നിന്ന് വന്നതല്ലേ. അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. സൂറത്തു സജദയുടെ തുടക്കം തൻസീലുൽ കിതാബ്, ഈ കിതാബിന്റെ അവതരണം. അപ്പൊ നസല, ഇറങ്ങിയതാണ് ഖുർആൻ. ആകാശത്ത് നിന്നുള്ള വലിയൊരു റിസ്ക് തന്നെയാണ് എന്ത്? ഖുർആൻ എന്ന് പറയുന്നത്. അതും ഈ ആയത്തിന്റെ പരിധിയിൽ പെടും. വൽ അർദ്, ഭൂമിയിൽ നിന്നും വൃക്ഷങ്ങളുടെ ഫലങ്ങളായും നമ്മുടെ കൃഷികളായും അതിലൂടെ നമ്മൾക്ക് ലഭിക്കും. ഇതൊക്കെ ആരാ ചെയ്തു തന്നത്? ഇതൊക്കെ അള്ളാഹു മാത്രമാണ്. നമ്മൾക്ക് മാത്രമല്ല, ലോകത്ത് ഏതൊരു വ്യക്തിക്കും ഏതൊരു ജീവിക്കും എല്ലാത്തിനും അള്ളാഹു ഒരു റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾക്ക് നിശ്ചയിച്ച റിസ്ക്കേ നമ്മൾക്ക് കിട്ടുള്ളൂ. ഒരു ഹദീസിൽ കാണാം, മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്, നമ്മളൊക്കെ പഠിക്കേണ്ട ഹദീസാണ്. ഇന്ന അഹദക്കും, നിങ്ങളിൽ ഒരാൾ, ല യുജ്മഉ ഖൽഖുഹു
ഫി ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫതൻ, 40 ദിവസം നുത്ഫയായി, സുമ്മ അലഖതൻ, പിന്നെ അലഖയായി, സുമ്മ മുദ്ഗതൻ, സുമ്മ മുദ്ഗയായി. ഈ 40 ദിവസം അങ്ങനെയുള്ള കാലയളവിൽ നമ്മളിങ്ങനെ പോകും. അതിനുശേഷം സുമ്മ യുർസലു ഇലൈഹിൽ മലക്ക് എന്നാണ്, പിന്നെ അവനിലേക്ക് ഒരു മലക്കിനെ അള്ളാഹു അയക്കും. ഫയൻഫുഖു ഫീഹി അർറൂഹ, പിന്നീട് ആ ഒരു സൃഷ്ടിയിൽ റൂഹിനെ ഊതും. ആ മലക്ക് വയുഅ്മറു ബി 4 കലിമാത്തിൻ, 4 കലിമത്തുകളെ കൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടാകും. അത്രേ 4 കാര്യങ്ങൾ എഴുതി വെക്കണം. അതിലൊന്ന് ബി കത്ബി റിസ്ഖിഹി, അവൻ ഈ ദുനിയാവിൽ അവൻ്റെ റിസ്ക് എത്രയാണെന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലാകുമ്പോഴേ എഴുതി വെക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് നമ്മൾക്ക് എന്ത് തരുന്നത്? റിസ്ക് തരുന്നത്. ആ റിസ്ക് നമ്മൾ ആവശ്യപ്പെടേണ്ടതും ആരോട് മാത്രമാണ്? അള്ളാഹുവിനോട് മാത്രമാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ സമ്മതിച്ചിട്ടും, അതാണ് മക്കത്തെ മുശ്രിക്കുകളോടാണ് ചോദ്യം, ഇതൊക്കെ നിങ്ങൾ സമ്മതിച്ചിട്ടും അ ഇലാഹും മഅല്ലാ, അ ഇലാഹുൻ, ഇലാഹുണ്ടോ, മഅല്ലാ, അള്ളാഹുവിന് കൂടെ ഒരു ഇലാഹുണ്ടോ എന്നാണോ നിങ്ങൾ പറയുന്നത്? അവരുടെ വാക്ക് റസൂലുള്ള അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ വാക്ക് എന്താണ്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. സൂറത്ത് സ്വാദിന്റെ തുടക്കത്തിൽ കാണാം. റസൂലുള്ളാഹിനെ പരിഹസിക്കാണ്. ഈ കണ്ട ഇലാഹുകളൊക്കെ മാറി ഒറ്റ ഇലാഹ് മാത്രമാണെന്നാണോ പറയുന്നത്? അത് അത്ഭുതമാണല്ലോ. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. പക്ഷെ അള്ളാഹു അവരോട് ചോദിക്കുന്നു, ആ ഇലാഹും അല്ലാ, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടും ഇനി അള്ളാഹിന്റെ കൂടെ വേറെ ഇലാഹുണ്ടോ എന്നാണ് നിങ്ങൾ പറയുന്നത്? ഖുറാന്റെ ചോദ്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ആശയം ഖുറാന്റെ ഒരു എപ്പോഴും ഉള്ളതാണ്. നമ്മൾ ഉസ്താദുമാർ ഇടക്കിടക്ക് പഠിപ്പിച്ചിരുന്ന ഒരു ആശയമാണ്. ഖുറാൻ ഇടക്കിടക്ക് ചോദിക്കുന്നതാണ്. റാസിഖ് അള്ളാഹു ആണ്, മുഹി അള്ളാഹു ആണ്, മുമീത്ത് അള്ളാഹു ആണ്, മാലിക് അള്ളാഹു ആണ്, റാസിഖ് അള്ളാഹു ആണ്, മുദബ്ബിർ അള്ളാഹു ആണ്. ഇതൊക്കെ അള്ളാഹ് മാത്രമല്ലേ? ഇതൊക്കെ അള്ളാഹ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിസ്കാരം അള്ളാഹ്ക്ക് മാത്രമാണ്, നോമ്പ് അള്ളാഹ്ക്ക് മാത്രമാണ്, നമ്മുടെ ദിക്ർ അള്ളാഹ്ക്ക് മാത്രമാണ്, അതുപോലെ തന്നെ നമ്മുടെ സക്കാത്ത് അള്ളാഹ്ക്ക് മാത്രമാണ്, അതുപോലെ നമ്മുടെ ഉംറ അള്ളാഹ്ക്ക് മാത്രമാണ്, നമ്മുടെ ഹജ്ജ് അള്ളാഹ്ക്ക് മാത്രമാണ്, നമ്മുടെ ബലി അള്ളാഹ്ക്ക് മാത്രമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇസ്തിഗാസയും ഇസ്തിആനയും നമ്മളുടെ റഗ്ബത്തും റഹ്ബത്തും ഖശിയത്തും ഖുശൂഉം തവക്കുലും ഒക്കെ ആർക്കാണ്? അള്ളാഹ്ക്ക് മാത്രമാണ്. കാരണം എന്താണ്? ഇതൊക്കെ ചെയ്തു തരുന്നത് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. ഇതാണ് ഖുർആൻ ആദ്യം തൊട്ട് അവസാനം വരെ പറയുന്നത്. അള്ളാഹ് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹുവിനെ യഥാവിധം പഠിച്ച ഒരാൾക്ക് അള്ളാഹുവിനെ അല്ലാതെ പ്രശ്നത്തിൽ വിളിക്കാൻ സാധിക്കൂല. അതറിഞ്ഞ് നമ്മൾ ഓതി നോക്കിയാൽ അമ്മൻ യബ്ദഉൽ ഖൽഖ ثم يعيده ومن يرزقكم من السماء والأرض أإله مع الله. ആ ചോദ്യത്തിന്റെ ഗാംഭീര്യം എത്രയാണ്? അള്ളാഹുവിനോട് കൂടെ വേറെ ഇലാഹുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ, ഒരിക്കലുമില്ല. ആ ഇലാഹും മഅല്ലാഹ് സാദിമാമ ഇതാണ് യഫ്അലു ദാലിക്. അത് ചെയ്യാൻ അള്ളാഹിന്റെ കൂടെ വേറെ ഇലാഹുണ്ടോ? ഇതൊക്കെ ചെയ്തു തരാൻ ഇല്ല. വയഖ്ദിറു അലൈഹി, അതിന് സാധിക്കുന്ന വേറെ ഇലാഹുണ്ടോ? അതുമില്ല. അതുകൊണ്ട് ഖുൽ, നബിയെ അവരോട് പറയണം. ഖുൽ, നബിയെ അവരോട് പറയണം. അത് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള തെളിവാണ് ഈ ആയത്തൊക്കെ. ഖുൽ, നബിയെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഹാതു, ഹാതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരാം. ഹാറ്റി നമ്മൾ ചിലപ്പോൾ അറബിയിൽ പറയില്ലേ, എന്നിട്ട് എടുക്ക് എന്ന് പറയില്ലേ, ഹാറ്റി, ഹാറ്റി, ഇതെടുക്ക് എന്ന് പറയും. ഹാതു, നിങ്ങൾ കൊണ്ടുവരൂ. ബുർഹാനക്കും, ബുർഹാൻ എന്ന് പറഞ്ഞാൽ തെളിവ്. നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ എന്ന് നോക്കാലോ. അല്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, നിങ്ങൾ പറയുന്നതിനൊക്കെ ന്യായവും കാര്യമൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ തെളിവുണ്ട്. അല്ലാത്തവരെ വിളിക്കാൻ എന്തുണ്ട്? തെളിവുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തെളിവ് കൊണ്ടുവരും. ഖുൽ ഹാതു ബുർഹാനക്കും. ഖുർആനിൻ്റെ ആ ശൈലി നോക്ക്, അങ്ങനെ ഇല്ലാന്ന് ഉറപ്പാണ്. അങ്ങനത്തെ ഒരു തെളിവില്ലല്ലോ. ഖുൽ ഹാതു ബുർഹാനക്കും, നിങ്ങൾ തെളിവുണ്ടുവരും. ന്യായം ഉണ്ടാണല്ലോ, പ്രവർത്തിക്കാൻ എന്തെങ്കിലും ന്യായം വേണമല്ലോ. എന്തെങ്കിലും ചെയ്തു പോയിട്ട് കാര്യമല്ലോ. അതൊരു പിന്നെ ഒരാൾക്ക് പറ്റിയ രീതി അല്ലല്ലോ, ഒരു നല്ല ശൈലി അല്ലല്ലോ. എന്തെങ്കിലും ബുർഹാൻ വേണ്ടേ, ചെയ്യാൻ തെളിവ് വേണ്ടേ? ഖുൽ ഹാതു ബുർഹാനക്കും, നിങ്ങളുടെ തെളിവ് കൊണ്ട്, നിങ്ങൾ പറഞ്ഞതിന്
അള്ളാഹു അല്ലാത്തവരെ വിളിക്കാൻ നിങ്ങൾ ന്യായം കൊണ്ടുവരും. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞതിലൊക്കെ നിങ്ങൾ സ്വാദിഖീങ്ങളാണെങ്കിൽ ഇതിന് നിങ്ങൾ വേറൊരു തെളിവ് കൊണ്ടുവരൂ. ഇല്ല ഇല്ലെങ്കിലോ നിങ്ങൾ ആരെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ? അള്ളാഹുവിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അതായത് നിങ്ങൾ സംസാരിക്കുന്നത് ഏതുപോലെയാണ്? ഇന്നൽ അസ്നാമ ലഹ മുഷാറക്കത്തുൻ ലഹു, അള്ളാഹുവിനോടൊരു പങ്ക് ഈ വിഗ്രഹങ്ങൾക്കൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഫി ഷൈഇൻ മിൻ ദാലിക്, അങ്ങനെ നിങ്ങൾ വാദിച്ചാൽ ആ വാദം കേവലം വാദം മാത്രമായിട്ട്, ജൽപ്പന മാത്രമായിട്ട് തീരും. തെളിവില്ലാത്ത വർത്താനാണല്ലോ അത്. വഇല്ല ഫഅരിഫു അന്നകും മുബ്തിലൂൻ ലാ ഹുജ്ജത ലക്കും, നിങ്ങൾക്ക് തെളിവില്ല, നിങ്ങൾക്കൊരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ ലോകത്തുള്ള എല്ലാ സൃഷ്ടികളോടും അള്ളാഹ് പറയാണ്, മനുഷ്യരോട്, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടവരോട്, ജിന്നുകളോടൊക്കെ പറയാണ്, ഇതൊക്കെ തന്നത് അള്ളാഹ് മാത്രമാണെങ്കിൽ, ഈ പ്രവൃത്തികളൊക്കെ അള്ളാഹ്ക്ക് മാത്രം സാധിക്കുമെങ്കിൽ നിങ്ങൾ അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അള്ളാഹു മാത്രമാണെങ്കിൽ അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് അള്ളാഹു മാത്രമേ ഇതിനൊക്കെ ഉള്ളൂ. ഒരു സൃഷ്ടിപ്പ് തുടങ്ങാനും ഒരു സൃഷ്ടിപ്പിനെ അതേപോലെ വീണ്ടും ആവർത്തിക്കാനും മുഹീദ്ദീൻ ഷെയ്ഖിന് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് റഹിമഹുല്ലാ, അള്ളാഹു അദ്ദേഹത്തിന് മേൽ റഹ്മത്ത് ചെയ്യട്ടെ, അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ചോദിക്കാം, നമ്മൾക്ക് വിളിച്ചു പറയാം. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മളുടെ നാട്ടിൽ ഇതിനേക്കാൾ വലിയ അപകടമുള്ള വാദങ്ങളുണ്ട്. ഇത് മക്കത്തെ മുശ്രിക്കുകളൊക്കെ അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം അല്ലാഹ് അവർക്കെതിരെ തെളിവുദ്ധരിച്ചതാണ്. അതുകൊണ്ടാണ് അവർ, നമ്മൾ ഇടക്കിടക്ക് കേൾക്കുന്ന ഒരു ഭാഗമല്ലേ, ഫൈദാ റക്കിബു ഫിൽ ഫുൽക്കി ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ കയറി കുടുങ്ങിയാൽ, തിരമാലകൾ എടുത്തേക്ക് വന്നാൽ അവർ ദഅഉല്ലാ, അവരാരെ വിളിക്കും? അള്ളാഹിനെ വിളിക്കും. കാരണം അവർക്ക് ഉറപ്പാണ് ഇനി വേറെ ആരും രക്ഷിക്കാനില്ല. ഇനി അവർ കരയിലെത്തിയാലോ അവർ പഴയ പോലെ തന്നെ ശിർക്ക് ചെയ്യും. നമ്മളെ നാട്ടിൽ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പ്രയാസമില്ലെങ്കിലും നഊദു ബില്ലാ, അള്ളാഹു അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ, തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് എത്തിക്കട്ടെ. എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തൗഹീദ് ആവശ്യമാണ് എന്നുള്ള ബോധം ഉമ്മത്തിന് അള്ളാഹു കൊടുക്കട്ടെ. അല്ലാഹു ആമീൻ. നമ്മളുടെ മനസ്സെങ്ങനെയായിരിക്കണം? ഓല ആരും നന്നാവരുത്, നമ്മൾ മാത്രം നന്നാവണം, അങ്ങനെയാണോ? അല്ല, ഓലെല്ലാവരും ഹിദായത്തിലെത്തട്ടെ. അവരെല്ലാവർക്കും അള്ളാഹു തൗഹീദിൻ്റെ വെളിച്ചം കൊടുക്കട്ടെ, അമ്പിയാക്കളുടെ ആ ഒരു ദഅവത്തിൻ്റെ വെളിച്ചം കൊടുക്കട്ടെ, ഖുർആനിൻ്റെ മധുരം കൊടുക്കട്ടെ. അല്ലാഹു ആമീൻ. അപ്പോൾ അള്ളാഹു തെളിവുദ്ധരിക്കുകയാണ് ഇപ്പം ഇതിലും പറഞ്ഞ ആയത്തുകൾ. ഞാൻ ഈ ആയത്തിൽ നിന്ന് കിട്ടേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഖുർആനിൻ്റെ ശൈലിയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അള്ളാഹു ആണ് ചെയ്തു തരുന്നെങ്കിൽ നിങ്ങളുടെ ഇബാദത്തുകൾ ആർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ? അള്ളാഹുവിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള അമൂല്യമായ ഒരു ഖായിദ, ഒരു തത്വം ഈ ഖുർആൻ്റെ ആയത്തുകളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഈ ആയത്ത്. ഒന്നുകൂടി എൻ്റെ കൂടെ ഓതി നോക്കിയാലോ? ഇൻഷാ അല്ലാഹ്. അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നമ്മൾ ഈ പുറത്ത് മഴ പെയ്യുന്നുണ്ട്. ഖുർആനെ കുറിച്ച് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി എന്താണെന്നറിയോ? നമ്മൾ ഈ മഴ പെയ്യുമ്പോൾ ഭൂമിയിലൊക്കെ പച്ചപ്പ് ഉണ്ടാവില്ലേ, പുല്ല് മുളക്കൂലേ? ഈ വരണ്ടുണങ്ങി കിടക്കുന്ന ഭൂമിയിൽ പുല്ല് മുളക്കൂലേ? അതുപോലെയാണ് ഹൃദയങ്ങളിൽ ഖുർആൻ കിട്ടേണ്ട രൂപത്തിൽ കിട്ടിയാൽ അവിടെ നല്ല പച്ചപ്പുണ്ടാവും, നല്ല ഈമാൻ ഉണ്ടാവും. തരെ ചില ആളുകൾ എത്ര ഓതിയാലും ഒന്നും കിട്ടൂല. പക്ഷെ വേറെ ചില ആൾക്ക് ചില ആയത്തുകളൊക്കെ അവരുടെ ജീവിതം മുഴുവൻ മാറ്റും. അള്ളാഹു നമ്മൾ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അടുത്ത ആയത്ത് ഓതാം. അടുത്ത ആയത്ത് ഞാൻ ആദ്യം ഓതിത്തരാം, നിങ്ങൾ എൻ്റെ കൂടെ ഓതാ. قُلْ لَا يَعْلَمُ مَنْ فِي السَّمَاوَاتِ وَالْأَرْضِ الْغَيْبَ إِلَّا اللَّهُ وَمَا يَشْعُرُونَ أَيَّانَ يُبْعَثُونَ.
ഖുൽ ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ് وما يشعرون أيان يبعثون. പിന്നെ നിങ്ങൾ ഈ ആയത്തുകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ ഓതി തരുന്നുണ്ട്. ഞാൻ അർത്ഥവും കുറച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പറപ്പൂർ ഉസ്താദിൻ്റെ അടുത്ത് ഒന്നുകൂടി ചോദിക്കണം. ഉസ്താദ് വരുമ്പോൾ, അടുത്ത ആഴ്ച വരുമ്പോൾ, ഇനിയും തഫ്സീർ പഠിപ്പിച്ച ഉസ്താദ് തന്നെയാണ്. എന്നാലും നിങ്ങൾ വരുന്ന സമയത്ത് ഉസ്താദ് ഈ ആയത്തിൽ ഇനി എന്തെങ്കിലും അധികം പഠിക്കാനുണ്ടോ എന്നുള്ള നിലക്ക് ഉസ്താദ് ചിലപ്പോൾ രേഖപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി മാത്രം. അതുകൊണ്ട് ഉസ്താദിനാണ് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ ആ വിഷയങ്ങൾ ഈ ആയത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ ഉസ്താദ് ഇൻഷാ അല്ലാഹ് തുടരും. നിങ്ങൾ ഉസ്താദിനോടൊന്ന് ചോദിക്കണം. നമ്മളൊക്കെ ഉസ്താദാണ്. അള്ളാഹു ആയുസ്സിൽ ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ. അടുത്ത ആയത്ത്, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, പറയുക. കുൽ കാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു കൊടുക്കുക. ലാ യഅലമു അറിയുകയില്ല. ലാ യഅലമു എന്ന് പറഞ്ഞാൽ അറിയുകയില്ല. നിങ്ങൾ വ്യക്തമായിട്ടില്ലെങ്കിൽ ചോദിക്കണ്ടല്ലേ. ലാ യഅലമു അറിയുകയില്ല. മൻ ഫിസ് സമാവാതി ആകാശത്തുള്ളവർ. മൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ. ഫിസ്സമാവാത്ത് ആകാശങ്ങളിലുള്ളവർ. ആകാശങ്ങളിലുള്ളവർ അറിയുകയില്ല. വൽ അർളി ഭൂമിയിലുള്ളവരും അറിയുകയില്ല. അൽ ഗൈബ അദൃശ്യം അറിയുകയില്ല. ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ അറിയുകയില്ല. അത് ആരോട് ഓതി കൊടുക്കാനാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. ഗൈബ് ആർക്ക് മാത്രമേ അറിയുള്ളൂ? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞു കൊടുക്കുക. വമാ യശ്ഉറൂന അവർ അറിയുകയില്ല അല്ലെങ്കിൽ അവർക്ക് കഴിയുകയില്ല. വമാ യശ്ഉറൂന, വമാ യശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാൻ കഴിയൂല അല്ലെങ്കിൽ എപ്പോഴാണെന്ന് അവർക്ക് തോന്നുകയില്ല. അശ്അറ യുശ്ഇറു എന്നൊക്കെ പറഞ്ഞാൽ അതർത്ഥം. വമാ യശ്ഉറൂന അതായത് അവർക്ക് അറിയുകയില്ല എന്നതിന് അർത്ഥം. മാ യദുറൂൻ അവർക്ക് അറിയുകയില്ല. അയ്യാന എപ്പോഴാണ്. അയ്യാന എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്. യുബ്അസൂൻ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അള്ളാഹു അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയൂല? അവർക്കറിയൂല. അവർക്ക് അതിനെക്കുറിച്ച് അറിയുകയില്ല. ഈ ആയത്ത് ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കണം. ലാ യഅലമു അറിയുകയില്ല. മൻ ഫിസ് സമാവാതി ആകാശത്തുള്ളവരും വൽ അർളി ആകാശങ്ങളിലുള്ളവരും വൽ അർളി ഭൂമിയിലുള്ളവരും അറിയുകയില്ല. അൽ ഗൈബ എന്തിനറിയൂല? അദൃശ്യജ്ഞാനം അറിയൂല. ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ. വമാ യശ്ഉറൂന അവർക്കറിയുകയില്ല. അയ്യാന യുബ്അസൂൻ അവരെപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ഇത് വലിയൊരു അസുലാണ്, വലിയൊരു ബാബാണ്. ഇത് പഠിക്കേണ്ട ഓരോ ആയത്തും വലിയ വലിയ കായികകളാണ്. ഓരോ ആയത്തും നമ്മൾക്ക് വലിയ നിധികളായി തന്നെ മനസ്സിലാക്കുക. അള്ളാഹു തന്ന വലിയ സ്വത്തായി തന്നെ മനസ്സിലാക്കുക ഓരോ ആയത്തും. ഇത് മനസ്സിൽ ഉറക്കണം. ഓരോ ആയത്തും മനസ്സിലാണ് ഉറപ്പിക്കണം. നമ്മൾക്ക് ഓതി കൊടുക്കാൻ പറ്റണം. നമ്മൾ പറയാറുണ്ട് ഈ ഷിർക്ക് ഖുറാഫാത്തിൽ അകപ്പെട്ടു പോയ ആളുകളിലെ 1000 ആലിമീങ്ങൾക്ക് തൗഹീദ് അറിയുന്ന ഒരൊറ്റ സാധാരണക്കാരൻ മതി എന്ന് പറയാറുണ്ട്. ഷിർക്ക് ഖുറാഫാത്തിൽ അകപ്പെട്ടു പോയ അവരുടെ പണ്ഡിതന്മാരാണെന്ന് വാദിക്കുന്ന 1000 ആളുകൾക്ക് തൗഹീദ് അറിയുന്ന ഒരൊറ്റ സാധാരണ ദീനൊന്നും അറിയാത്ത ഒരൊറ്റ ആൾ, ഖുറാൻ കേട്ട ഒരാൾ മതി എന്ന് പറയാറുണ്ട്. ഇതൊക്കെ തൗഹീദിനെ അറിയിക്കുന്ന ആയത്തുകളാണ്. ഗൈബ് ആര് മാത്രമേ അറിയുള്ളൂ? അള്ളാഹു മാത്രമേ അറിയുള്ളൂ. ഈ ഗൈബ് അറിയും. എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ അങ്ങനെ അദൃശ്യമായി അള്ളാഹു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ നബിമാർക്ക് അല്ലെങ്കിൽ ഔലിയാക്കൾക്ക് ഒക്കെ അറിയും. ഞാൻ അവരോട് വിളിച്ചാൽ അവരെൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് അറിയും. അങ്ങനെയാണല്ലോ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാം ഞാൻ നിങ്ങളെ
കൽബകമെന്നവർ അങ്ങനെയൊക്കെ ഓതുന്നതിന് കാരണം അതായിരിക്കുമല്ലോ. അവർക്ക് നമ്മുടെ കൽബിനുള്ളിൽ അറിയാം, ഗൈബ് അറിയാം എന്ന് ഓതുന്നതിന് കാരണം അതായിരിക്കുമല്ലോ. അങ്ങനെ ഉണ്ടല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്, നബിയെ ലാ യഅലമു മൻ ഫിസ് സമാവാതി വ മൻ ഫിൽ വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ അറിയുകയില്ല, അല്ലാഹു മാത്രമാണ്. അത് അല്ലാഹുവിന്, ഇത് അല്ലാഹു അല്ലാത്തവർക്ക് അറിയുമെന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ നമ്മുടെ തൗഹീദിൽ എന്തുണ്ട്? കുറവുണ്ട് എന്നാണ്. കാരണം അല്ലാഹുക്ക് മാത്രം അവകാശപ്പെട്ടത് നമ്മൾ അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുകയാണ്. അല്ലാഹു ഉമ്മത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ. അല്ലാഹു ആമീൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം, അല്ലാഹുവേ മുസ്ലിം ഉമ്മത്തിന് ഹിദായത്ത് കൊടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് ഉമ്മത്ത്. നമ്മുടെ ആത്മീയതയെ വളരെ നന്നായി ചൂഷണം ചെയ്യുന്നുണ്ട്. ആത്മീയത ഓരോ മുസ്ലിമിൻ്റെയും വികാരമാണ്. നമ്മളുടെ ഇബാദത്തുകൾ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, നമ്മളുടെ വിറുദുകൾ, നമ്മളുടെ ഖുർആൻ പാരായണം, നമ്മളുടെ സ്വതക്കകളൊക്കെ നമ്മുടെ ആത്മീയത. നോക്കി, ഈ അടുത്ത് ഒരു പണ്ഡിതൻ മരണപ്പെട്ടതായി കേട്ടു. അയാളുടെ ഖബർ, അദ്ദേഹത്തിൻ്റെ ഖബർ പൊങ്ങി. അതിപ്പോൾ ജാറായി എന്നാണ് കേട്ടത്. അതിപ്പോൾ ഒരു ജാറായി. ഒരു തങ്ങൾ മരണപ്പെട്ടു, രാവിലെ ഉണ്ടായിരുന്ന ഖബറിൻ്റെ നീളം ഉച്ചക്ക് പൊന്തി, പിന്നെ വൈകുന്നേരം ആയപ്പോൾ വീണ്ടും പൊന്തി, ഇപ്പം അത് ജാറായി. ഈ ഒരു അവസ്ഥയിലാണ് അവിടെ ഒരുപാട് പണം കൊണ്ടുപോയി ഇടുന്നവർ. അപ്പോൾ അവരുടെ വിശ്വാസത്തിലെ ജീർണത എത്രയായിരിക്കും? കൽബ് വൃത്തിയാവണമെങ്കിൽ ആദ്യം നമ്മുടെ വിശ്വാസം നന്നാക്കണ്ടേ, ഉള്ളിലുള്ളത് ശരിയാവണ്ടേ, എന്നാലല്ലേ പുറത്തുള്ള അവയവങ്ങൾ. ഇതൊക്കെ ഈ ആയത്ത് പഠിപ്പിക്കുന്നതാണ്. അറിഞ്ഞോതുക ഈ ആയത്തുകളൊക്കെ. ഒരായത്തുണ്ടല്ലോ, വഇൻദഹു മഫാതിഹുൽ ഗൈബ്, അദൃശ്യത്തിൻ്റെ താക്കോലുകൾ ആരുടെ അടുത്താണ്? അള്ളാഹുവിൻ്റെ അടുക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അതാ അള്ളാഹു അല്ലാതെ വേറെ ആർക്കും അറിയാൻ കഴിയുകയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കടലിലുള്ളതും കരയിലുള്ളതും ആരറിയും? അള്ളാഹു അറിയും. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, അള്ളാഹു അറിയാതെ ഒരു ഇല പോലും ഭൂമിയിലേക്ക് വീഴുന്നില്ല എന്നാണ്. അള്ളാഹിൻ്റെ ഇൽമിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ ഇൽമെത്താത്ത ഒന്നുമില്ല എന്നാണ് പറയാം. അള്ളാഹു അലീമാണ്, ഖബീറാണ്, ലത്വീഫാണ്. ഈ നാമങ്ങളൊക്കെ മനസ്സിലുറക്കണം. അള്ളാഹുവിനെ പോലെ അറിയുന്നവരാരുമില്ല. മനുഷ്യരുടെ അറിവും അള്ളാഹിൻ്റെ അറിവും തുലനം ചെയ്യാൻ പോലും സാധിക്കില്ല. അത് നമ്മൾക്ക് ഇങ്ങനെ വെച്ചു നോക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയാം. ഗൈബ് അള്ളാഹു മാത്രമേ അറിയുള്ളൂ. നമ്മൾക്ക് അറിയുന്ന കാര്യം അറിയാത്ത കാര്യം കൂടുതൽ അറിയാത്ത കാര്യമാണ്. അപ്പോൾ ഈ എന്തെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ ആര് പഠിപ്പിച്ചു തരണം? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യണം? പഠിപ്പിച്ചു തരണം. ഇനി പഠിപ്പിച്ച് തന്നവരുടെ അറിവ് തന്നെ എത്രയായിരിക്കും? മൂസാ നബിയുടെ യാത്രയിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു കഥ കാണാം. മൂസാ നബിയും ഖദർ എന്നവരും യാത്ര പോയ സമയത്ത് ആ കപ്പലിൽ കയറിയല്ലോ. ആ കപ്പലിൻ്റെ അറ്റത്തൊരു കിളി, ഒരു കുരുവി വന്ന് അതിൻ്റെ കൊക്കിൽ ആ വലിയ പാരാവാരം, ആ കടലിൽ നിന്നൊരു തുള്ളി വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ആ മൂസയോട് ഖദർ എന്നവർ പറയാണ്, മൂസ, അള്ളാഹുവിൻ്റെ ഇൽമും നമ്മളുടെ ഇൽമും തുലനം ചെയ്യുകയാണെങ്കിൽ ഈ കൊക്കിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പക്ഷിയുടെ കൊക്കിൽ ആ ബാക്കിയായ തുള്ളി എത്ര ഉണ്ടോ അതും ഈ കടലും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? അത്ര വ്യത്യാസം നമ്മളുടെ ഇൽമും അള്ളാഹിൻ്റെ ഇൽമും തമ്മിലുണ്ട്. നമ്മളുടെ എല്ലാ വിഷമങ്ങളും, ഈ ആയത്ത് ഗൈബിനെ പറ്റിയിട്ടുള്ള ആയത്തുകൾ, അള്ളാഹിൻ്റെ ഇൽമിനെ പറ്റിയുള്ള ആയത്തുകൾ ഓതുമ്പോൾ രണ്ട് രൂപത്തിൽ നമ്മൾക്ക് കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്ന്, നമ്മളുടെ വിഷമങ്ങൾ ആരോടും പോയി പറയണ്ട. ആരോട് പറഞ്ഞാൽ മതി? അള്ളാഹിനോട് പറഞ്ഞാൽ മതി. പോയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് സംസാരിക്കുക. അള്ളാഹ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, എൻ്റെ ജോലി സ്ഥലത്ത് ഇങ്ങനെ പ്രശ്നമുണ്ട്. കാരണം എല്ലാ ഇൽമും ആരുടെ അടുത്തുണ്ട്? അള്ളാഹുവിൻ്റെ അടുത്തുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ പിന്നെ ഒരു പേടിയും വേണം. നമ്മൾ എത്ര മറച്ചു വെച്ചാലും ആരറിയും? അള്ളാഹു അറിയുന്നുണ്ട് എന്നൊരു പേടിയും നമ്മൾക്ക് ഈ ആയത്തിലൂടെ തന്നെ എന്ത് ചെയ്യണം? ഉണ്ടാകണം. പിന്നെ തൗഹീദ് ഉറക്കണം. ഇങ്ങനെ അള്ളാഹുവിനെ പോലെ ഗൈബ് അറിയാൻ വേറെ ആരും ഇല്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ ഉറപ്പിക്കണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു അല്ലാതെ അറിയുകയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അതിൻ്റെ അറിവുള്ളൂ. ഫലാ യഅലമുഹാ മലക്കുൻ മുഖറബുൻ വലാ നബിയുൻ മുർസലുൻ, അയക്കപ്പെട്ട ഒരു നബിക്കോ സാമീപ്യം സിദ്ധിച്ച ഒരു മലക്കിനോ ഈ ഗൈബ് അറിയുകയില്ല.
നമ്മൾ ഈ മലായിക്കത്തുകളുടെ പ്രത്യേകത പറയുമ്പോൾ നമ്മളുടെ നാട്ടിൽ പോലും ആ ഷിർക്കിലേക്ക് എത്തിയിട്ടില്ല. ഇനി എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മഴ ഇട്ടാത്തുമ്പോൾ ആരെങ്കിലും മീക്കാലിനെ വിളിച്ച് ദുആ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഇല്ല, അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ എത്തിയിട്ടുണ്ടോ? ഇല്ല. തദ്ബീറൊക്കെ പറഞ്ഞു കൊടുത്ത് കേട്ടിക്കണം. അതായത് ലോകം നിയന്ത്രിക്കുന്നത് മീക്കായിലാണെന്നൊക്കെ പറയുന്ന അവസ്ഥയ്ക്ക് എത്തിക്കണേ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവരുടെ മനസ്സിൽ അത്രത്തോളം വികാരമാണ് അള്ളാഹിൻ്റെ സ്ഥാനത്ത്. ഞാനൊരു വേദന കൊണ്ട് പറയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ ഈ അടുത്തൊരു പ്രസംഗത്തിൽ കേട്ടതാണ്, അള്ളാഹ് എന്ന് ദിക്ർ ചെല്ലുന്നത് പോലെ ഒരാൾ വിഷമം വന്നപ്പോൾ ഈ സി എം എന്നൊക്കെ ചൊല്ലി, ആ രൂപത്തിൽ ചൊല്ലിയെന്നാണ്. അതും കരഞ്ഞോണ്ടൊക്കെ പറയണം. അത്രത്തോളം ഈമാനുള്ളിൽ കയറിക്കണത്. നോക്ക്, അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും നമ്മൾ മനസ്സിൽ കയറ്റിയാൽ അതോടെ നമ്മളുടെ എല്ലാ അമലുകളും പൊളിഞ്ഞു, അവസാനിച്ചു. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടാണ്? മനസ്സ് വൃത്തികേടായി. അത് നമുക്ക് തൗഹീദ് കൊണ്ട് വൃത്തിയാരട്ടെ. അല്ലാഹു ആമീൻ. അള്ളാഹു മാത്രമാണ് ഇത് അറിയുന്നത് എങ്കിൽ നമ്മളുടെ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സമർപ്പിക്കാൻ പാടുള്ളൂ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദുർബലതയെ പറ്റി പറയുകയാണ് ഈ ആയത്തിൻ്റെ അവസാനം. വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ. എന്നെ കേൾക്കുന്നവരെ, വമാ യശ്ഉറൂന, അവർക്കറിയുകയില്ലല്ലോ, അയ്യാന യുബ്അസൂൻ, എപ്പോഴാണ് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അത് സത്യമാണ്, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാണെന്ന് ആർക്കും അറിയില്ല. റസൂലുള്ളാഹിക്ക് അറിയോ? ഇല്ല. ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്ന ഒരു വലിയ ഹദീസ് ഇല്ലേ, ദീർഘമായൊരു ഹദീസ് ഉണ്ടല്ലോ. നിങ്ങൾ ആ ഹദീസ് കേട്ടിട്ടില്ലേ? ഹദീസ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു ഹദീസാണ്. ബൈനാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ ഇരിക്കുകയാണ്. ഇത് ത്വലഅ അലൈനാ റജുലുൻ, അപ്പോഴതാ ഞങ്ങളിലേക്ക് ഒരാൾ പെട്ടെന്ന് വരുന്നു, പ്രത്യക്ഷപ്പെട്ടു. ഷദീദു ബയാദി അസിയാബ്, നല്ല തൂവള്ള വസ്ത്രം. ഷദീദു സവാദി ശഅർ, നല്ല കറുകറുത്ത മുടി. ലാ യുറാ അലൈഹി അസറു സഫർ, യാത്രയുടെ ഒരടയാളവും അയാളിൽ കാണാനില്ല. വലാ യഅരിഫുഹു മിന്നാ അഹദുൻ, ഞങ്ങളിൽ ഒരാൾക്കും അയാൾ അറിയൂല. അങ്ങനെ അയാൾ വന്ന് ഹത്താ അസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി വവദഅ കഫൈഹി അലാ ഫഖിദൈഹി, റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് റസൂലുള്ളാഹിൻ്റെ മുട്ടിനോട് ചേർത്ത് വെച്ച് കൈ രണ്ടും തൊടയിൽ വെച്ച് ഇരുന്നു. എന്നിട്ട് നേരെ ചോദിച്ചു, യാ മുഹമ്മദ്. എന്താ വിളിക്കുന്നത്? മുഹമ്മദ്. സ്വഹാബത്തിന് റസൂലുള്ളാഹിൻ്റെ പേര് വിളിക്കൂലല്ലോ. യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അൽ ഇസ്ലാമു അൻ തശ്ഹദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് വ തുഖീമസ് സ്വലാ വ തുഅ്തിയ സക്കാ വ തസൂമ റമദാൻ വ തഹുജ്ജൽ ബൈത്ത്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളില്ലേ, ആ 5 കാര്യങ്ങൾ റസൂലുള്ളാഹ് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹിനോട് അയാൾ പറയാണ്, സ്വദഖ്ത, നിങ്ങൾ പറഞ്ഞത് സത്യാട്ടോ. അപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു. ഇയാളെന്നെ വന്ന് ചോദിക്കുക, ഇങ്ങോട്ട് ഉത്തരം കേൾക്കുക, ഇങ്ങോട്ട് സത്യമാണെന്ന് പറയാം. എന്താ പരീക്ഷ നടത്തിയേ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലാണല്ലോ. രണ്ടാമതും അയാൾ ചോദിച്ചു, അഖ്ബിർനി അനിൽ ഈമാൻ, മുഹമ്മദ് ഈമാൻ എന്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനോട് ചോദിച്ചു, ഈമാൻ എന്താണെന്ന് പറഞ്ഞു തരണം. പറഞ്ഞു, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി വൽ യൗമിൽ ആഖിരി വ അൻ തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാൻ്റെ 6 വേരുകളുണ്ടല്ലോ, അടിസ്ഥാന വേരുകൾ. ഈമാനാകുന്ന മരത്തിൻ്റെ അടിസ്ഥാന വേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. അത് ഉറച്ച ആൾക്ക്, അത് നമുക്ക് തൗഫീഖ് തരട്ടെ, അത് ഉറച്ച ആളുടെ കർമ്മങ്ങൾ ഭയങ്കര മനോഹരമായിരിക്കും. പിന്നെ മൂന്നാമത് അപ്പോഴും അയാൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു തരേ, സ്വദഖ്ത, നിങ്ങൾ പറഞ്ഞ സത്യമാണ്, ഞങ്ങൾ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഉമർദാൻ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത് അയാൾ ഒന്ന് ചോദിച്ചു തരേ, സുമ്മ അഖ്ബിർനി അനിൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്താണെന്ന് പറഞ്ഞു ചോദിച്ചു തരേ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കുക. ഏതുപോലെ? കഅന്നക തറാഹ്, നീ അള്ളാഹുവിനെ കണ്ണിൽ കാണുന്നത് പോലെ ഇബാദത്ത് എടുക്കുക. അങ്ങനെ സാധിക്കോ? ദുനിയാവിൽ ഒരിക്കലും സാധിക്കൂല. പക്ഷേ ആ രൂപത്തിലുള്ള ഒരാളുടെ ഇബാദത്ത് എന്തൊരവസ്ഥയിരിക്കും? ഫൈൻ ലം തകുൻ തറ, നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും ഫൈന്നഹു യറാക്ക്, അള്ളാഹു ആരെ കാണുന്നുണ്ട്?
നിന്നെ കാണുന്നുണ്ട് എന്നുള്ള രൂപത്തിൽ ഇബാദത്തെടുത്താൽ ഇഹ്സാനായി എന്ന് പറഞ്ഞു. 4ാമത്തെ ചോദ്യം അഖ്ബിർനി അനിസ്സാഅ, എപ്പോഴാണ് ഈ ഖിയാമത്ത് സംഭവിക്കുക? അങ്ങനെ ഒരു സമയമുണ്ടല്ലോ, വാഗ്ദത്ത സമയമുണ്ടല്ലോ, ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം അവസാനിക്കുമല്ലോ, ആ സമയം എപ്പോഴാന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മറുപടി കൊടുക്കുകയാണ്, മൽ മസ്ഊലു അൻഹ ബി അഅലമ മിനസ്സായിൽ, ചോദിക്കപ്പെട്ട ആൾ ഈ ചോദിച്ച ആളേക്കാൾ ആ വിഷയത്തിൽ അറിവുള്ള ആളല്ല. അതായത് നിങ്ങളെക്കാൾ അറിവ് ആ വിഷയത്തിൽ എന്തില്ല, എനിക്കില്ല എന്ന് ആര് പറഞ്ഞു? ലോകത്ത് ഏറ്റവും ഖൈറായ സൃഷ്ടി ഖൈറുൽ ബരിയത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞത് ഖിയാമത്ത് എന്നാണെന്ന് ആർക്കറിയില്ല? അള്ളാഹിൻ്റെ റസൂലിന് അറിയില്ല എന്നാണ്. നമ്മളിൽ ചിലർ വാദിക്കുന്നു അള്ളാഹിൻ്റെ ലൗഹിൽ നിന്ന് വായിക്കുന്ന വലിയകളുണ്ട് എന്ന്. ലൗഹുൽ മഹ്ഫൂദ് വായിക്കുന്ന വലിയകളുണ്ട്. ബുർദയിലുണ്ട് ഒരു ബൈത്ത്, ബുർദയിൽ പറയുന്നുണ്ട്, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലി ഹാദിസിൽ അമമി വ അൻത മിൻ ജൂദിക ദുനിയാ ബിദറത്തിഹാ വ മിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി എന്ന് റസൂലുള്ളാഹിനെ പറ്റി തെറ്റുപാടാറുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം അള്ളാഹുവിൻ്റെ അറിവിനോളം ആർക്കുമില്ല. മുർസലായ നബിക്കോ മുഖറബായ മലക്കിനോ അള്ളാഹിൻ്റെ ഇൽമിനോ ഒപ്പെത്താൻ സാധിക്കൂല. അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ആരാധിക്കാൻ ഇബാദത്തെടുക്കാൻ എന്തില്ല, വകുപ്പില്ല. പക്ഷെ നമ്മളുടെ ചില ആളുകളുടെയൊക്കെ മനസ്സിൽ, ഞാൻ ഈ ചില ആളുകൾ എന്ന് പറയുന്നത് അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ, മനസ്സിൽ അള്ളാഹിൻ്റെ സ്ഥാനത്ത് വേറെ ആരോ കയറിക്കൂടിയതുകൊണ്ടാണ്, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടതുകൊണ്ടാണ്. അള്ളാഹു നമ്മളെ തൗഹീദ് ഉറപ്പിച്ചു തരട്ടെ. ഞാൻ ഈ ആയത്ത് ഓതിയത് നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്നാണെന്ന് ആർക്കറിയില്ല, ആർക്കും അറിയില്ല, നമ്മൾക്കും അറിയുകയില്ല എന്നുള്ളതാണ് ഹദീസ് ഓതിയത്. ഈ ആയത്തിൽ നിന്ന്, 2ാമത്തെ ആയത്തിൽ നിന്ന് കിട്ടേണ്ട ഒരു പാഠം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നുള്ള പാഠവും 2 ഗൈബ് ആർക്ക് മാത്രമേ അറിയുള്ളൂ, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്നുള്ളൊരു പാഠവും ഈ 2ാമത്തെ ആയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. 2ാമത്തെ എന്ന് പറഞ്ഞാൽ 65ാമത്തെ ആയത്ത്. ഞാൻ ആയത്ത് ഒരു വട്ടം കൂടി ഓതട്ടെ, നിങ്ങൾ കൂടെ ഓതുന്നുണ്ടോ? ഞാൻ ആദ്യം ഓതാം, നിങ്ങൾ കൂടെ ഓതിക്കോളി. قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون قل لا يعلم من في السماوات والأرض الغيب إلا الله وما يشعرون أيان يبعثون. അൽഹംദുലില്ലാ. ഈ 2 ആയത്ത് വ്യക്തമല്ലേ? അടുത്ത ആയത്ത് ഓതട്ടെ. അടുത്ത ആയത്ത് ഉസ്താദ് കുറേ ആയത്ത് എടുക്കലുണ്ടോ? നിങ്ങൾ എന്തായാലും ഉസ്താദ് വന്നിട്ട് ഒന്നുകൂടിയും ചോദിച്ചോളിട്ടാ ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചാൽ മതി. എന്തെങ്കിലും അർത്ഥം കിട്ടാത്തതോ ആശയം വ്യക്തമാകാത്തതുണ്ടെങ്കിൽ ചോദിക്കുക ഇൻഷാ അല്ലാ. ബലിദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറഹ് ബൽ ഹും ഫീ ശക്കിൻ മിൻഹാ ബൽ ഹും മിൻഹാ അമൂൻ. ബലിദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറതി ബൽ ഹും ഫീ ശക്കിൻ മിൻഹാ ബൽ ഹും മിൻഹാ അമൂൻ. നീ നോക്കി, അവരുടെ, അതായത് ഈ ആഖിറത്തെ നിഷേധിക്കുന്നവർ അല്ലെങ്കിൽ പരലോകത്തെക്കുറിച്ച് അവരുടെ ധാരണകളെക്കുറിച്ചാണ് ഈ ആയത്ത് പറയുന്നത്. അതായത് നമ്മൾക്കൊക്കെ ബഅസിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവും, അത് നല്ല ഉറച്ച ആളുകളുണ്ടാവും. ഈമാൻ്റെ 5ാമത്തെ ഭാഗമാണല്ലോ അൽ ഈമാനു ബിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പ് അല്ലെങ്കിൽ അന്ത്യനാൾ എന്ന് പറയുന്നൊരു വിശ്വാസം. അള്ളാഹു ഈ ഓതിക്കൊടുക്കുന്നവർ,
ആർക്കാണ് റസൂൽ ഓതി കൊടുക്കുന്നത്? അവരുടെ നിലപാടുകൾ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് ഈ ആയത്തിൽ എങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും ബൽ ഇദ്ദാറക, ബൽ മറിച്ച് എന്താണ് സംഭവം എന്നറിയോ? അല്ല, ഇദ്ദാറക ഇൽമുഹും, അവരുടെ അറിവ് എത്തി നിൽക്കുകയാണ്. ഇദ്ദാറക എന്ന് പറഞ്ഞാൽ എത്തി നിൽക്കുകയാണ്. ബൽ ഇദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ, ആഖിറത്തിന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ അത്ര വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയാണ്. ബൽ ഇദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ, അതാണ് ഒന്നാമത്തെ വിഭാഗം. ബൽ ഇദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ എന്ന് പറഞ്ഞാൽ ഉറപ്പൊന്നുമില്ല, വലിയ ഉറപ്പില്ല. ഒരു കൽബിൽ ഉറച്ച ഇൽമുണ്ടല്ലോ, ഹൃദയത്തിൽ കയറിയ ഇൽമൊന്നും ആഖിറത്തെ പറ്റി ചില ആളുകൾക്കില്ല. അതാണ് ആ അറിവിൻ്റെ ഏറ്റവും ചെറിയ ദറജ. അതായത് അത്ര ഒരു ജൽപ്പനം പോലെ ഉണ്ട് എന്ന് ചെറുതായിട്ട് മനസ്സിലുണ്ട്. ആഖിറം വരെ എത്തി എന്നാണ് അള്ളാഹ് പ്രയോഗിച്ചത്. ബൽ ഇദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ, അതുകൊണ്ട് കയറിയിട്ടില്ല. ആഖിറം വരെ എന്ത് ചെയ്തിട്ടുണ്ട്? എത്തിയിട്ടുണ്ട്. ബൽ ഇദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ. അറിവുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ആഖിറത്തെ കുറിച്ച് അറിവുണ്ട്. പക്ഷെ അതൊരു യഖീനുള്ള അറിവല്ല, ഒരു ഉറപ്പുള്ള അറിവൊന്നും അല്ല അവർക്കുള്ളത്. നമ്മളെ മനസ്സിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റുക. നമ്മൾ ഈ കൂട്ടത്തിൽ പെടാൻ പാടില്ലല്ലോ. എന്തായാലും ഈ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഈ പറഞ്ഞൊരു കൂട്ടത്തിലും അള്ളാഹിനോട് കൂടെ ഇലാഹിനെ ചേർക്കുന്നവരുടെ കൂട്ടത്തിലൊന്നും നമ്മൾ പെടാൻ പാടില്ല. നല്ല ഉറപ്പുള്ള ഹൗദിലും സിറാത്തിലും നരകത്തിലും സ്വർഗത്തിലും ഒക്കെ ഉറപ്പുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾക്ക് ഉണ്ടാകേണ്ടത്. ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ ലാമിയയിൽ കാണാം, വഉഖിറു ബിൽ മീസാനി വൽ ഹൗദില്ലദി അർജു ബി അന്നി മിൻഹു റിയൻ അൻഹലു വകദ സിറാത്തു യുമദ്ദു ഫൗക ജഹന്നമിൻ ഫമുസല്ലമുൻ നാജിൻ വആഖറു മുഹ്മലു വന്നാറു യസ്ലാഹ അശ്ശഖിയ്യു ബിഹിക്മത്തിൻ വകദ അത്തഖിയ്യു ഇലൽ ജിനാനി സയദ്ഖുലു വലികുല്ലി ഹയ്യിൻ ആഖിലിൻ ഫീ ഖബ്രിഹി അമലുൻ യുഖാരിനുഹു ഹുനാക വയുസ്അലു വഉഖിറു ബിൽ മീസാൻ, ഞാൻ തുലാസിൽ വിശ്വസിക്കുന്നുണ്ട്. പരലോകത്തൊരു മീസാൻ ഉണ്ടല്ലോ, അമലുകൾ തൂക്കുന്നത്, അത് എനിക്ക് ഉറപ്പാണ്. വൽ ഹൗദ്, റസൂലുള്ളാഹിന്റെ ഹൗദ് ഉണ്ടല്ലോ, ആ ഹൗദിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അർജു ബി അന്നി മിൻഹു റിയൻ അൻഹലു, ദാഹം തീരുവോളം ആ ഒരു ഹൗദിൽ നിന്ന് കോരി കുടിക്കാൻ ഞാൻ കൊതിച്ചു പോവുകയാണ്. എൻ്റെ ഈമാനാണ്, എൻ്റെ അഖീദയാണ്. വകദ സിറാത്ത്, ഞാൻ വിശ്വസിക്കുന്നു, സിറാത്തിൽ വിശ്വസിക്കുന്നുണ്ട്. യുമദ്ദു ഫൗക ജഹന്നം, ജഹന്നമിൻ്റെ മുകളിൽ നാട്ടപ്പെടുന്ന ആ പാലമുണ്ടല്ലോ, അതിൽ രക്ഷപ്പെടുന്നവരുണ്ട്, നരകത്തിൽ വീഴുന്നവരുണ്ട്. അതുപോലെ തന്നെ വന്നാറു യസ്ലാഹ അശ്ശഖിയ്യു, നരകത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതിൽ ദൗർഭാഗ്യവാന്മാർ അതിൽ കടന്നെരിയും. ബിഹിക്മത്തിൻ, അള്ളാഹ് ഉൽമ കാണിച്ചിട്ടൊന്നല്ല, ഹിക്മത്താണ്, അള്ളാഹിന്റെ ഹിക്മത്താണ്. വകദ അത്തഖിയ്യു, അതുപോലെ തന്നെ തഖ്വയുള്ള ആളുകൾ ഇലൽ ജിനാൻ, സ്വർഗ പൂന്തോപ്പുകളിലേക്ക് സയദ്ഖുൽ, അവരതിൽ പ്രവേശിക്കും. എൻ്റെ ഈമാനാണ്. വലികുല്ലി ഹയ്യിൻ ആഖിലിൻ ഫീ ഖബ്രിഹി അമലുൻ യുഖാരിനുഹു, എല്ലാ ഹയ്യായ ജീവനുള്ള ആഖിലായ ഒരാളുടെ ഖബറിലും അവരുടെ അമൽ, അവരുടെ പ്രവർത്തനം അവരുടെ കൂടെ കിടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വയുസ്അലു, അവരവിടെ ചോദ്യം ചെയ്യപ്പെടുമെന്നും ആര് വിശ്വസിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് അവസാനം അദ്ദേഹം പറയാണ്, ഹാദ ഇഅ്തിഖാദു ശാഫിഈ വമാലികിൻ വഅബീ ഹനീഫത സുമ്മ അഹ്മദ യുൻഖലു. ഇതാണ് ഇമാം ഷാഫിയുടെയും ഇമാം അഹ്മദിൻ്റെയും ഇമാം മാലിക്കിൻ്റെയും ഒക്കെ വിശ്വാസം. എന്താണ് ഈ വിശ്വാസമാണ്? ഫൈനിത്തബഅത സബീലഹും, നീ അവരുടെ മാർഗം മുറുകെ പിടിച്ചാൽ ഫമുവഫഖുൻ, നീ തൗഫീഖ് കിട്ടിയ ആളാണ്. വൈനിബ്തദഅത, നീ പുതിയ ബിദ്അത്ത് ഉണ്ടാക്കിയാൽ ഫമാ അലൈക മുഅവ്വലു, അനക്കൊരു അവലംബമില്ല. അപ്പം ആഖിറത്തെ കുറിച്ച് അത്ര ഉറച്ചൊരു വിശ്വാസം. ആ വാക്കുണ്ടല്ലോ, കോരിക്കുടിക്കാൻ, ഹൗദെന്ന് കോരിക്കുടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു വാക്ക്, അത് അത്ര ഉറച്ചുകൊണ്ട് പറയുന്നതാണ്. നമ്മൾക്കും ആ ഈമാനുമാണ്. അല്ലാഹ് തൗഫീഖ് തരട്ടെ. ഇത് കേൾക്കുന്ന ആളുകളുടെ ഈമാനെ പറ്റി അല്ലാഹ് പറയാണ്, ബൽ ഇദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ, അവർ ആഖിറത്തെ പറ്റി, അന്ത്യദിനത്തെ പറ്റി അവരുടെ വിശ്വാസം ആഖിറത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനി അല്ല, ബൽ ഹും ഫീ ശക്കിൻ മിൻഹ, അവർക്ക് സംശയമാണ്, ഉണ്ടാവുമെന്നുള്ള സംശയമാണ് അവർക്കുള്ളത്.
അതാണ് ഷക്ക്. ആഖിറത്തെക്കുറിച്ച് ആളുകളുടെ വ്യത്യസ്ത, അല്ലെങ്കിൽ ആ കാഫിരീങ്ങളായ ആളുകൾ, ആഖിറത്തെ നിഷേധിക്കുന്നവരുടെ വ്യത്യസ്ത ദർജകൾ പറയണം. അല്ലെങ്കിൽ അവരുടെയൊക്കെ മനസ്സിലുള്ളത് ആഖിറം വരെ എത്തി ചെറിയൊരു ഇൽമുണ്ട്, ഇൽമിൻ്റെ ഏറ്റവും ചെറിയൊരു വശം. ബൽഹും ഫി ശക്കി മിൻഹ, അല്ല, അവർക്ക് ശക്കാണ്, സംശയമാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ ഈ രൂപത്തിലുള്ള ചെറിയ ചെറിയ അബദ്ധങ്ങൾ വന്നു പോകാറുണ്ട്. ഒരിക്കലും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അറിയിച്ചു തന്നതിൽ നമ്മൾ സംശയിക്കാൻ പാടില്ല. അള്ളാഹു റസൂൽ ഒരു കാര്യം അറിയിച്ചു തന്നാൽ ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചു, വസദ്ദഖന, ഞങ്ങൾ അതിനെ സത്യപ്പെടുത്തി. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ സമിഅന വ അത്വഅന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഒരിക്കലും നമ്മുടെ മനസ്സിൽ എന്നാലും അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിക്കരുത്. കാരണം പറഞ്ഞത് അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ ആ ചോദ്യത്തിന് അർത്ഥമല്ല. ആ ചോദ്യം നമ്മളിൽ നിന്ന് ഉണ്ടാവാനും പാടില്ല. അത് നമ്മളുടെ ഈമാനിനെ ബാധിക്കും, ഒരുപക്ഷെ നമ്മുടെ ഇസ്ലാമിനെ തന്നെ ബാധിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ബലിദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറതി ബൽ ഹും ഫീ ശക്കിൻ മിൻഹാ, അവർ അതിൽ സംശയാലുക്കളാണ്. കാരണം അറിവില്ലാന്ന്, ഇൽമുണ്ടെങ്കിൽ, കൃത്യമായ അറിവുണ്ടെങ്കിൽ ഈ പ്രശ്നമല്ല. അറിവില്ല, സംശയമാണ്. അല്ല, ബൽ ഹും മിൻഹ, ബൽ അല്ല, ഹും അവർ, മിൻഹ അതിനെ തൊട്ട്, അതിൽ, അമൂൻ അവർ അന്ധത ബാധിച്ചവരാണ്. അമൂൻ എന്ന് പറഞ്ഞാൽ അന്ധത ബാധിച്ചവർ. മിൻഹ എന്ന് പറഞ്ഞാൽ മിനൽ ആഖിറത്തി, പരലോകത്തിൽ അന്ധത ബാധിച്ചവരാണ് അവർ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം അതിലേക്ക് തുറക്കാൻ പറ്റില്ല. രണ്ട് രൂപത്തിൽ കാഴ്ച ഉണ്ടല്ലോ, ഹൃദയം കൊണ്ടുള്ള കാഴ്ച, ആ ഒരു കാഴ്ചയാണ് ഏറ്റവും പ്രധാനം. അമ്പിയാക്കൾക്ക് അള്ളാഹ് പറഞ്ഞ കാഴ്ച അതാണ്. ഖൽബ് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി തുറന്നു കിട്ടുക, അത് വലിയ തൗഫീഖാണ്. ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിലൂടെ പറഞ്ഞിരുന്നു, ചില നബിമാരെ പറ്റി ഓതുമ്പോൾ കാണാം, വദ്കുർ ഇബാദന ഇബ്രാഹീമ വ ഇസ്ഹാഖ വ യഅഖൂബ ഉലിൽ ഐദി വൽ അബ്സാർ. നബിയെ, എൻ്റെ അടിമകളെ കുറിച്ച് ആലോചിച്ച് നോക്ക്. വദ്കുർ ഇബാദന, എൻ്റെ അടിമകൾ, അള്ളാൻ്റെ അടിമകൾ, അള്ളാഹിലേക്ക് ചേർത്തി പറഞ്ഞു, അള്ളാൻ്റെ അടിമകൾ. ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ്, ഇവരുടെ പ്രത്യേകത ഉലിൽ ഐദി, അവർ കൈക്കരുത്തുള്ളവരായിരുന്നു എന്നാണോ? അവരുടെ കരുത്ത്, ദീനിൽ കരുത്തുള്ളവരാണെന്നാണ്. അത് നമ്മൾക്കുണ്ടല്ലോ, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒരു മടി, അല്ലെങ്കിൽ ഇബാദത്ത് എടുക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ദീന് നടപ്പാക്കുന്നിടത്തുള്ള ഒരു വെറുപ്പ്, ചടപ്പ് പോലുള്ള മനസ്സിലുള്ള വികാരങ്ങളുണ്ടല്ലോ. നമ്മളതിൽ ദുർബലരാണ്. നമ്മൾ എത്ര ജിമ്മിന് പോകുന്ന ആളുകളാണെങ്കിലും സുബൈക്ക് പള്ളിയിൽ പോകാൻ കൂവത്തിട്ടണം. ആ ഉലിൽ ഐദിയാണ് അവർ. ആ രൂപത്തിലുള്ള കരുത്ത് അവർ കിട്ടിയിട്ടുണ്ട്. വൽ അബ്സാർ, അതുപോലെ തന്നെ കാഴ്ചയുള്ളവർ എന്നാകും അതിൻ്റെ അർത്ഥം. അല്ല, ഉൾക്കാഴ്ചയുണ്ട്, നല്ല അറിവുണ്ട് എന്നാണ്. ആഖിറത്തെ തൊട്ട് അള്ളാഹു ഇവരെ പറ്റി പറയുന്നത് ബൽഹും മിൻഹ അമൂൻ, അവർ കാഫിരിങ്ങൾ, അതിൽ അന്ധത ബാധിച്ചവരാണ് എന്ന് പറഞ്ഞാൽ ഖദ് അമിയത് അൻഹാ ബസ്വാഇറുഹും, അവരുടെ ഉൾക്കാഴ്ചകൾ അതിനെ തൊട്ട് അന്ധത ബാധിച്ചിട്ടുണ്ട്. വലം യകുൻ ഫീ ഖുലൂബിഹിം ഇൽമുൻ മിൻ വുഖൂഇഹാ, അവരുടെ ഹൃദയത്തിൽ അത് സംഭവിക്കുമോ എന്നുള്ള അറിവ് തന്നെയല്ല. വലഹ്തിമാൽ, സാധ്യത കൂടിയില്ല. ബൽ അൻകറൂഹ, അവർ അതിനെ നിഷേധിക്കുകയാണ്. വസ്തബഅദൂഹ, അത് ഒരിക്കലും സംഭവിക്കൂല എന്നുള്ള നിലക്കാണ് അവരുടെ സംസാരം. അതാണ് അടുത്ത ആയത്തിലൊക്കെ വരുന്നത്. അടുത്ത ആയത്തിൽ ഇതിൻ്റെ ബാക്കിയാണ്. അതായത് അള്ളാഹു അവരുടെ ദർജകൾ പറയാം. ചില ആളുകൾ ഇദ്ദാറക ഇൽമുഹും ഫിൽ ആഖിറ, ആഖിറത്തിൽ എത്തിയിട്ടുണ്ട്. ചില ആളുകൾക്ക് ശക്കാണ്, ചില ആളുകൾ അന്ധത ബാധിച്ചിട്ട് നിഷേധിക്കാൻ പോവാണ്. സഹോദരങ്ങളെ, ഒന്നും കൂടി ഈ ആയത്തുനിന്ന് കിട്ടേണ്ട പ്രധാനപ്പെട്ട പാഠം, ആഖിറത്ത് തൊട്ട് നമ്മളുടെ ഈമാൻ എന്താണ്? നമ്മളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി എൻ്റെയും നിങ്ങളുടെയും ഈമാൻ എന്താണ്? നമ്മൾക്ക് ശക്കാണോ, ഇൽമാണോ, യഖീനാണോ? നമുക്ക് യഖീൻ ഉണ്ടാകണം. അവരാണ് മുഅ്മിനീങ്ങൾ. യുഅ്മിനൂന ബിൽ ഗൈബ്,
അവർ ഗൈബിൽ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടെങ്കിൽ ഉള്ള ഈ ഒരു ജീവിതത്തെ എൻജോയ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കൂല എന്നാണ്, ആസ്വദിക്കാൻ ശ്രമിക്കൂല, ഇവിടെ ഒരുക്കൂട്ടാൻ ശ്രമിക്കൂല. ഒരു ദിക്ർ, ഒരു സുബ്ഹാനല്ലാഹ് പോലും പരലോകത്തേക്ക് വേണ്ടി ഒരുക്കൂട്ടും. കാരണം നമ്മൾക്ക് ജീവിക്കാനുള്ള ജീവിതം ഇനിയാണ് വരാനുള്ളതെന്ന് ഉറപ്പാണ്. ഇത് ജീവിതമല്ല, ഇത് തുടക്കം മാത്രമാണ്. ഇത് വെറും യാത്രക്കാരന് കയറിക്കാനുള്ള സ്ഥലം മാത്രമാണെന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. ആ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സൂറത്തു ദുഹയുടെയോ സൂറത്തു ഷറഹിൻ്റെയോ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് കൊണ്ടുവരുന്ന ഒരു ഹദീസ് ഉണ്ട് അല്ലാഹു റസൂലിനെ പരിചയപ്പെടുത്താൻ. റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരിൽപ്പെട്ട ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹു റസൂലെ, ഈ രാജാക്കന്മാർ, നമ്മളുടെ ചുറ്റുമുള്ള പേർഷ്യ റോം സാമ്രാജ്യത്തിലെ രാജാക്കന്മാർക്ക് അവരുടെ അണികൾ ഈ പട്ടുമെത്തകളും വിരിപ്പുകളും ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ പുൽപ്പായൽ കടന്ന് ശരീരത്തിൽ അടയാളാകുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ്, ഞങ്ങൾ അങ്ങനെ ഒരു വിരിപ്പ് ഇതൊക്കെ ഉണ്ടാക്കി തരട്ടെ. അപ്പോൾ റസൂലുള്ളാഹിന്റെ മറുപടി, മാലി വലി ദുനിയ, എനിക്കും ഈ ദുനിയാവിനും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഞാനിവിടെ ഒരു യാത്രക്കാരനെ പോലെയാണ്, വിശ്രമിക്കാൻ കയറി, ഇനി എങ്ങോട്ട് പോകണം? തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നുള്ളൊരവസ്ഥയിലാണ് അള്ളാഹിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിച്ചത്. റസൂലുള്ളാഹി ഒരു ചത്ത ആടിനെ കാണിച്ചിട്ട് അതിൻ്റെ ചെവി പൊക്കിയിട്ട് കാണിച്ചു കൊടുത്തില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ വേണോന്ന് ചോദിച്ചു. ആർക്കും വേണ്ടില്ല, ഇത്ര വില ദുനിയാവിനുള്ളൂ എന്നാണ്. നമ്മൾ ഈ കണ്ട ആഡംബരങ്ങളും സൗകര്യങ്ങളും മണിമാളികകളും കെട്ടിടങ്ങളും സമ്പത്തും ഒക്കെ ഈ ചത്ത ആടിൻ്റെ വില ഇല്ല. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസ്, ദുനിയാവിനെങ്ങാനും ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ വില ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കൂല എന്നാണ്. ശിക്ഷയായിട്ടാണ് ആദം നബിനെ സ്വർഗത്ത് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്, ശിക്ഷയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതം അവിടെയാണെന്ന് വിശ്വസിക്കുക, ആഖിറത്തിൽ ഉറപ്പുണ്ടാക്കുക, നല്ല ഉറപ്പുണ്ടാക്കുക. ഒരായത്തൂടി വന്ന സമയമുണ്ടോ? ഇല്ലല്ലേ? എന്നാ ഈ 3 ആയത്തുകൾ, നമ്മൾ ഇന്ന് ഓതിയ 3 ആയത്തുകൾ ഒന്നുകൂടി ഓതിക്കൂടെ? അത് ഓതിക്കൂടെ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അമ്മൻ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു. ഇപ്പൊ പറഞ്ഞ അർത്ഥമൊക്കെ ആലോചിക്കട്ടോ. വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. അഇലാഹും മഅല്ലാഹ്. ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. وما يشعرون أيان يبعثون. بل ادارك علمهم في الآخرة بل هم في شك منها بل هم منها عمون. ഈ ആഴ്ചകൾ നമ്മൾ പഠിച്ചത് ഖുറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായികയാണ്, ഒരു അസ്ലാണ്, ഒരു അടിസ്ഥാന തത്വമാണ്. തൗഹീദുർ റുബൂബിയ്യ അല്ലാഹ് പറയും, എന്നിട്ട് നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കുന്നില്ലേ എന്ന് ചോദിക്കും. സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും അള്ളാഹയാണെങ്കിൽ അള്ളാഹനെ മാത്രം. രണ്ടാമത് ഗൈബ് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ള സത്യം. അതുപോലെ തന്നെ റസൂലുള്ളാഹിക്ക് പോലും ഖിയാമത്ത് എന്നാണ് സംഭവിക്കാൻ അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം. പിന്നെ ആഖിറത്തെ പറ്റിയിട്ടുള്ള ഈമാനിൻ്റെ അവരുടെ വിശ്വാസങ്ങളെ പറ്റി നമ്മൾ ഓതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതിയതിനപ്പുറത്ത് ജീവിതത്തിൽ അതിൻ്റെ ഫലങ്ങളുണ്ടാവാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഹാദാ വല്ലാഹു അലം വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ
ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.